എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ വലിയൊരു ഡേമൺ ഐലാൻഡ് ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ഒരു ഡേമൺ മാൻഷൻ, ഡേമൺസിനെ എല്ലാം ഭരിക്കാനുള്ള ഒരു പ്രൈം മാസ്റ്റർ ഡേമന്റെ സ്ഥാനം അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിലേക്ക് വർത്തായിട്ടുള്ള ഒരാളെ വേണം എന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് കൂടെയായിരിക്കും ഈ ഫസ്റ്റ് എപ്പിസോഡ് അത് സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ മറ്റൊരു പട്ടണം കാണിക്കും. അവിടെയാണ് നമ്മുടെ സീരീസിന്റെ കഥാനായകൻ. നമ്മുടെ കഥാനായകൻ ഭയങ്കര ഹാർഡ് വർക്കറാണ്. മാത്രമല്ല അവൻ അവന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അവന്റെ പാരന്റ്സ് ആണെങ്കിൽ യാതൊരു ജോലിക്കും പോവാതെ വീട്ടിൽ വളരെ ലേസി ആയിട്ടിരിക്കും. പക്ഷെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവനെ കൊണ്ട് കഴിയുന്നതിലും അപ്പുറം വർക്ക് ചെയ്താണ് അവന്റെ കുടുംബത്തെ നോക്കുക. അങ്ങനെ ഒരു ദിവസം അവൻ വർക്ക് ചെയ്യുമ്പോൾ ബാസ്കറ്റിലെ മീനുകളെല്ലാം തട്ടിമറിഞ്ഞ് അവന്റെ തലയിലേക്ക് വീഴുന്നതായിട്ട് അവന് തോന്നും. അവനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഫിഷുകളെല്ലാം ബാലൻസ് ചെയ്ത് ബാസ്കറ്റിൽ കറക്റ്റ് ആക്കും. പക്ഷെ അവസാനത്തെ ഒരു ഫിഷ് അത് അവന്റെ തലയിലേക്ക് വന്ന് വീഴുന്നതായിട്ട് തോന്നി അവന്റെ ബോധം പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരും. അവൻ ചുറ്റും നോക്കും. അവനിപ്പോ മറ്റെവിടെയോ ആണ്. എനിക്ക് എന്താ പറ്റിയേ, ഞാനിപ്പോ എവിടെയാന്നൊക്കെ ചോദിച്ച് അവൻ ടെൻഷനാവും. അപ്പൊ അടുത്തുണ്ടായിരുന്ന ഒരപ്പാപ്പൻ ആള് ദേഷ്യപ്പെട്ട് പറയും, മിണ്ടിപ്പോവരുത്, നിന്നെയും കൊണ്ട് ഞാനിപ്പോ അത്യാവശ്യമായ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു കാരണവശാലും ഒച്ച വെക്കാനോ ബഹളം വെക്കാനോ രക്ഷപ്പെട്ടു പോകാനോ നോക്കരുത്. ആ അപ്പാപ്പനാണെങ്കിൽ അവന്റെ ബോഡിയിൽ സോൾഡ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. അതിനുശേഷം വീണ്ടും അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. പ്ലീസ് എന്നെ വിട്, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് അവൻ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. ആ അപ്പാപ്പനാണെങ്കിൽ എന്തൊക്കെയോ അവനോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനത് പിടികിട്ടില്ല. ഉടനെ അപ്പാപ്പൻ ഒരു മാജിക് അവന്റെ നേരെ യൂസ് ചെയ്യും. അതിനുശേഷം അവനോട് ചോദിക്കും, ഇപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? നമ്മളിപ്പോ പോകുന്നത് നെതർലാൻഡ്സിലേക്കാണ്, ഡീമൺസിന്റെ എല്ലാം വേൾഡിലേക്ക്. ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പാനിക്കാവും. സത്യത്തില് ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഇടയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനാള് തിരിഞ്ഞ് അവനെ നോക്കും. ഒരു സ്പെഷ്യൽ മാജിക്ക് ഞാൻ നിന്റെ നേരെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവുക. നിന്റെ പാരൻസ് നിന്റെ സോളിനെ എനിക്ക് വിറ്റു. സോ അതുകൊണ്ട് തന്നെ നിന്റെ സോളിന്റെ ഉടമ അത് ഞാനാണ്. അത് കേട്ട് നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമാവും. ഒരിക്കലുമില്ല, എന്റെ പാരൻസ് ഒരിക്കലും എന്റെ സോളിനെ വിൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ തല കുനിച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പൊ അവനെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവനെ ഒരു സീറ്റിലിരുത്തി ഗ്രാൻഡ് പ പറയും, ഞാൻ ആക്ച്വലി നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്റെ ഒറ്റപ്പെടൽ അത് മാറ്റാനാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്നു മുതൽ എന്നെ നിന്റെ ഗ്രാൻഡ് പേ ആയിട്ട് നിനക്ക് സ്നേഹിച്ചൂടെ? എനിക്ക് നീയും നിനക്ക് ഞാനും. ഹീറോ ആണെങ്കിൽ ഇതെല്ലാം കേട്ട് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇയാൾക്ക് ഭ്രാന്താണെന്നൊക്കെ ചിന്തിച്ച് അവൻ തലയൊക്കെ ചൊറിയും. അവൻ ചോദിക്കും, നിങ്ങൾ ആക്ച്വലി എന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ? സോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിങ്ങൾക്കത് ഓക്കെ ആവോ? അതിനാള് പറയും, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ നിന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങിയത് തന്നെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഈ കാര്യത്തിന് വേണ്ടി നിന്നെ പ്രഷർ ചെയ്യില്ല. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കും. അവൻ അവന്റെ ലൈഫിൽ ഇതുവരെ ആരോടും നോ പറഞ്ഞിട്ടില്ല. അവൻ അറിയാത്ത കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അറിയാമെന്ന് പറഞ്ഞ് അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് നോ പറയാൻ തയ്യാറാവുമ്പോഴേക്കും ആ ഗ്രാൻഡ് പ പൊട്ടിക്കരഞ്ഞ് അവന്റെ കാലിൽ വീണ് കെഞ്ചും. അങ്ങനെ വേറെ വഴിയില്ലാതെ അവൻ ഓക്കെ പറയാണ്. ഒരൊറ്റ സ്നാപ്പില് ആ ഗ്രാൻഡ് പ അവൻ ആവശ്യമായതെല്ലാം അവൻ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഹീറോയുടെ ചെറുപ്പം മുതലേ അവൻ ഒരുപാട് ജോലികൾ ചെയ്താണ് ജീവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവന് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അദ്ദേഹം കൊടുക്കും. നിനക്ക് ഞാൻ ഇവിടുത്തെ നമ്പർ 1 ഡീമൺ സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. സോ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പെർഫ്യൂം അത് നിന്റെ ദേഹത്ത് അടിച്ചാൽ മതി. നീ ഒരു മനുഷ്യനാണെന്ന് മറ്റുള്ളവരാരും മനസ്സിലാക്കില്ല. അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നിന്നെ ഓൺ സ്പോട്ടിൽ പിടിച്ചു തിന്നും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് പേടിയാവും. ഗ്രാൻഡ് പ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പെർഫ്യൂം അത് നിന്റെ ബോഡിയിൽ ഉള്ളിടത്തോളം കാലം നിന്നെ ആരും മനുഷ്യനാണെന്ന് തിരിച്ചറിയില്ല. ഇനി നിനക്ക് എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഞാൻ തന്നെ പിടിച്ചു തിന്നുമെന്ന് പറയും. അങ്ങനെ വേറെ വഴിയില്ലാതെ ഹീറോ ആണെങ്കിൽ സ്കൂളിൽ പോകാൻ സമ്മതിക്കുകയാണ്. അപ്പാപ്പൻ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരും. ആളുടെ അസിസ്റ്റന്റ് ചോദിക്കും, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ആരെ വേണമെങ്കിലും നിങ്ങളുടെ പേരക്കുട്ടിയാക്കാൻ പറ്റും. നിങ്ങൾ എന്തിനാ ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്ത്? അതിന് ഗ്രാൻഡ് പ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ആ അപ്പാപ്പനാണ് ഇപ്പോ ഹീറോയായിട്ട് സ്കൂളിലേക്ക് വരിക. ഹീറോയ്ക്കാണെങ്കിൽ അവിടെ എഴുതിയൊന്നും വായിക്കാൻ കഴിയില്ല. അതിന് ഗ്രാൻഡ് പേ ആണെങ്കിൽ എന്തോ ഒരു മാജിക് ഉപയോഗിച്ച് അവനും അത് വായിക്കാനുള്ള എബിലിറ്റി കൊടുക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആ ഡീമൺ സ്കൂൾ അവൻ കാണും. അവിടേക്ക് സ്റ്റുഡൻസ് എല്ലാവരും പറന്നായിരിക്കും വരിക. ഹീറോയെ സ്കൂളിലേക്ക് അയച്ച് ഇപ്പൊ അപ്പാപ്പനും അസിസ്റ്റന്റും അവർ രണ്ടുപേരും അവിടുന്ന് കടന്നു പോകും. ഹീറോയെ അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോ ഓഡിറ്റോറിയത്തിലേക്ക് അയക്കും. അവന് ചുറ്റും ഒരുപാട് ഡീമൺസ് ഇരിക്കുകയാണ്. അവർക്ക് അടുത്ത ഏതോ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റം ഇരിക്കുന്നുണ്ടെന്ന് ഒരു ഡൗട്ട് തോന്നും. എല്ലാവരും ഇപ്പൊ ഹീറോയെ തന്നെ തുറച്ചു നോക്കുകയാണ്.
പക്ഷെ ഹീറോ ആണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ വമ്പൻ ആറ്റിറ്റ്യൂഡിലിരിക്കും. അല്പസമയം കഴിയുമ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് ഡീമൺസിന്റെ എല്ലാം തന്നെ ഒരു പ്രയർ സോങ് ആയിരിക്കും എല്ലാവരും ചേർന്ന് പാടുക. അതിനുശേഷം പ്രയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡീമൺ വേൾഡിന്റെ ഡയറക്ടർ അദ്ദേഹം ഇവിടേക്ക് വരികയാണെന്ന് അനൗൺസ് ചെയ്യും. അത് മറ്റാരുമല്ല, നമ്മുടെ പയ്യന്റെ അവന്റെ ഇപ്പോഴത്തെ പുതിയ ഗ്രാൻഡ് പാ ഡീമൺ. ആള് കാണേണ്ട താമസം നമ്മുടെ ചെക്കൻ അവൻ ഷോക്കാവുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പോൾ ഒത്തിരി ഹാപ്പി ആയിട്ട് പറയും, ഞാൻ വളരെയധികം ഹാപ്പിയാണ്, കാരണം ഈ ഒരു അക്കാദമിക് ഇയറിൽ എൻ്റെ ഗ്രാൻഡ് സണ്ണും ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവനെ ഞാനാണ് ഇന്ന് ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരുപാട് സെൽഫീസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് മുഴുവൻ എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും കൈയടിച്ച് ആരവം മുഴക്കുകയാണ്. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടെന്നൊന്നും അറിയില്ല. അവന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ഹീറോയെ സ്പീച്ചിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹീറോ ആകെ പേടിച്ച് ആ മൈക്ക് പോയിന്റിന്റെ മുൻപിൽ വന്ന് നിൽക്കും. അവനാണെങ്കിൽ എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഉടനെ അവന്റെ ഗ്രാൻഡ് പേ എഴുതിയ ഒരു ലെറ്റർ അവന്റെ മുൻപിൽ കൊണ്ടുവന്ന് വെക്കും. അവനോട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇത് നോക്കി കറക്റ്റായിട്ട് വായിക്കാൻ പറയും. അതനുസരിച്ച് അവനും ഇപ്പൊ എന്തൊക്കെയോ വായിക്കുകയാണ്. ഹീറോയുടെ സ്പീച്ച് അതിപ്പോൾ കേൾക്കും തോറും എല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. ഗ്രാൻഡ് പേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കൊച്ചുമോന്റെ സ്പീച്ച് അത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് അത് മുഴുവൻ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അവൻ ആ സ്പീച്ച് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട താമസം എന്തോ ഒരു ലൈറ്റ് അവിടെ മിന്നിമായും. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എന്ന് വേണ്ട അവിടെയുള്ള എല്ലാവരും അവനെ പ്രശംസിക്കുകയാണ്. ഇത്രയും നല്ലൊരു സ്പീച്ച് അവർ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ സ്പീച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആൾ പുറത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ആസ്മോഡിയസ് എന്ന് പേരുള്ള വേറൊരു പയ്യൻ. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഹീറോയുടെ അടുത്തേക്ക് വരും. നീ ഒറ്റ ഒരുത്തം കാരണം എനിക്ക് കിട്ടേണ്ട കയ്യടി അത് നഷ്ടമായി. നീയാണ് എന്റെ സ്റ്റാർ വാല്യൂ അത് തട്ടിയെടുത്തതെന്ന് പറഞ്ഞ് അവനിപ്പോ ഹീറോ ആയിട്ട് ഫൈറ്റ് ഇടാൻ തയ്യാറാവും. ഉടനെ എല്ലാവരും ചുറ്റും കൂടി ഹീറോയുടെയും അവന്റെ ഫൈറ്റ് കാണാനായിട്ട് ആകാംക്ഷയോട് കൂടെ കാത്തിരിക്കുകയാണ്. ആക്ച്വലി ആ സ്കൂളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ആളാണ് ആസ്മോഡിയസ്. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത് സ്കൂളിലുള്ള എല്ലാവരും ഇനിമ വെട്ടാതെ നോക്കി നിൽക്കും. അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും നമ്മുടെ ഹീറോ ബുദ്ധിപരമായി രക്ഷപ്പെടുകയാണ്. അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ആസ്മോഡിയസിനെ വെട്ടിത്തിരിപ്പിച്ച് ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് കണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ആസ്മോഡിയസിനാണെങ്കിൽ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അൺബിലീവബിൾ. ആദ്യമായിട്ടാണ് എന്റെ അറ്റാക്കിൽ നിന്ന് ഒരാള് രക്ഷപ്പെടുന്നത്. ഹീറോ ആണെങ്കിൽ അവന്റെ കാല് പിടിച്ച് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ആക്ച്വലി നമ്മുടെ ഹീറോ ചെറുപ്പം മുതലേ അവന്റെ വീടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി അതിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെട്ടിരുന്നു. ആ ഒരു കഴിവ് അതുപയോഗിച്ചാണ് ഇപ്പോഴും നമ്മുടെ പയ്യൻ ആ അറ്റാക്കിൽ നിന്നെല്ലാം ബുദ്ധിപരമായി രക്ഷപ്പെട്ടത്. കട്ട് ചെയ്ത അവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ആസ്മോഡിയസിനെ ഇപ്പൊ കളിയാക്കാനായിട്ട് തുടങ്ങും. അതിനവൻ പറയും, മാജിക്കലല്ലേ നീ രക്ഷപ്പെട്ടെ, പക്ഷെ മാർഷ്യൽ ആർട്സിൽ നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ മാർഷ്യൽ ആർട്സ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ ഹീറോയെ നേരിടും. ഹീറോയ്ക്കാണെങ്കിൽ അവന് നേരെ വരുന്ന ആപത്തുകൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അവനിപ്പോ ആ പയ്യൻ ക്ലോസ് എത്തുന്ന സമയത്ത് അവനെ ദൂരേക്ക് തട്ടിത്തെറിപ്പിക്കും. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെയുള്ള ഗേൾസിന് നേരെ പറന്നു പോവാണ്. അവൻ ഗേൾസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കണ്ട ഹീറോ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് മലത്തെ അടിക്കുകയാണ്. അന്നത്തെ ഹോട്ട് ന്യൂസ് മുഴുവൻ അതായിരിക്കും. സ്കൂളിലെ പവർഫുൾ സ്റ്റുഡന്റിനെ നമ്മുടെ ഹീറോ അവൻ മലത്തി അടിച്ചു എന്ന ന്യൂസ്. ഗ്രാൻഡ് പെക്ക് ആണെങ്കിൽ അതൊക്കെ അറിഞ്ഞ് ഭയങ്കര സന്തോഷം. അല്പസമയം കഴിയുമ്പോൾ ആസ്മോറീസ് അവനിപ്പോ ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. അവനെ കാണുമ്പോൾ തന്നെ ഹീറോയുടെ പകുതി ജീവൻ പോവും. അവനാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഹീറോയുടെ മുൻപിൽ വണങ്ങി നിൽക്കും. ബോസ്, ഇന്നു മുതൽ ഞാൻ അങ്ങയുടെ അടിമയാണ്. ആരെങ്കിലും ഒരാള് ഫൈറ്റ് ചെയ്ത് മറ്റൊരാളുടെ മുൻപിൽ തോറ്റുപോയാൽ പിന്നീട് അവൻ എപ്പോഴും ജയിച്ച ആളുടെ അടിമയായിരിക്കും. സോ ഇന്നു മുതൽ ഞാൻ നിന്റെ അടിമയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ അതൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി. ഇവിടെ ഹീറോ അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.